ഇറാൻ തുറമുഖങ്ങളുടെ ഉപരോധം US തുടരുന്നു. ജയിക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഭരണാധികാരികളാണ് ട്രംപും നെതന്യാഹുവും. ഇറാൻ എണ്ണയുമായി സഞ്ചരിക്കുന്ന കപ്പലുകളെ US തടയുകയാണ്. സമുദ്രത്തിൽ മൈനുകൾ നിക്ഷേപിക്കുന്ന കപ്പലുകളെ പിടിക്കാനെന്ന വ്യാജേനയാണ് USന്റെ നടപടി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാനിൽ നിന്നുള്ള എണ്ണയുമായി പോകുകയായിരുന്ന കൂറ്റൻ കപ്പലിനെയാണ് US പ്രതിരോധ സേന പിടിച്ചെടുത്തത്. MT മജസ്റ്റിക് X എന്ന കപ്പലാണ് US സൈന്യം തടഞ്ഞത്. ഇറാന്റെ എണ്ണയുമായി പോകുന്ന കപ്പലുകളെ ലോകത്തിന്റെ ഏതു ഭാഗത്ത് വെച്ചും തടയുമെന്നാണ് USന്റെ ഭീഷണി. സമുദ്ര സുരക്ഷ ഉറപ്പാക്കാനാണ് നീക്കമെന്നാണ് വിശദീകരണം. നടപടികൾ തുടരുമെന്നും US മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനെതിരായ ഏറ്റവും പുതിയ നാവിക നീക്കത്തിന്റെ ഭാഗമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനിയൻ എണ്ണ കൊണ്ടുപോകുകയായിരുന്ന ഒരു നിരോധിത കപ്പലിൽ തങ്ങളുടെ സൈന്യം കയറിയതായാണ് US വിശദീകരിക്കുന്നത്. ശത്രുവോ നിയമം ലംഘിക്കുന്നതോ ആണെന്ന് സംശയിക്കുന്ന കപ്പലുകളിലാണ് US നാവികസേന പരിശോധിക്കുകയോ തടയുകയോ ചെയ്യുന്നതെന്നാണ് US പ്രതിരോധ വകുപ്പ് പ്രസ്താവനയിൽ പറഞ്ഞത്. ഏപ്രിൽ 13-നാണ് ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതിനും പുറത്തേക്ക് പോകുന്നതിനുമുള്ള സമുദ്ര ഗതാഗതത്തിന് US ഉപരോധം ഏർപ്പെടുത്തിയത്. അതിനുശേഷം US നിരവധി കപ്പലുകൾ തടഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ നിർണായക ഷിപ്പിംഗ് ചാനലിൽ മൈൻ സ്ഥാപിക്കുന്ന ഏതൊരു ബോട്ടിനെയും നശിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US നാവികസേനയ്ക്ക് ഉത്തരവിട്ടിരുന്നു. ഇതോടെയാണ് കപ്പലുകളെയെല്ലാം US നാവികസേന തടയാൻ തുടങ്ങിയത്. US സെൻട്രൽ കമാൻഡ് 33 കപ്പലുകളെ തുറമുഖത്തേക്ക് മടങ്ങാൻ ഉത്തരവിട്ടതായി പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ പിന്തുണ നൽകുന്നുണ്ടെന്ന് സംശയിക്കുന്ന കപ്പലുകളെ തടയുന്നതും തുടരുമെന്ന് DOD പറഞ്ഞു. ഈ ആഴ്ച ആദ്യം ഇറാന് കപ്പലുകൾ തടഞ്ഞ USന്റെ നടപടിയെ കടൽ കൊള്ള എന്നാണ് വിശേഷിപ്പിച്ചത്. ടെഹ്റാന്റെ എണ്ണ വരുമാനവും കടലിടുക്കിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനായി കപ്പലുകളിൽ നിന്ന് പിടിച്ചെടുത്ത ടോളുകളും തടസ്സപ്പെടുത്തുകയാണ് USന്റെ ലക്ഷ്യം. വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ഉപരോധം 100% ഫലപ്രദമാണെന്നാണ് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടത്. 3 ദിവസം മുൻപ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള ഇറാന്റെ വാഗ്ദാനം നിരസിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. ഒരു കരാർ ഉണ്ടായ ശേഷം മാത്രമേ ഹോർമുസ് തുറക്കൂ എന്നും ട്രംപ് പറയുന്നുണ്ട്. ജലപാത ഉപയോഗിക്കുന്ന കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയ ടോളിൽ നിന്ന് ആദ്യം ലഭിച്ച വരുമാനം രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ഇറാനിയൻ പാർലമെന്റിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ ഹമീദ് റെസ ഹാജി ബാബാബൈ വ്യാഴാഴ്ച പറഞ്ഞു. ടോൾ തുക പിടിച്ചെടുക്കുന്ന രീതി, ആരാണ് അത് അടച്ചത് എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. ട്രംപ് വെടിനിർത്തൽ കാലാവധി 2 ആഴ്ച കൂടി നീട്ടിയിട്ടും US നാവിക ഉപരോധം തുടരുകയാണ്. ആദ്യ റൗണ്ട് സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് ഉപരോധവും മറ്റ് വെടിനിർത്തൽ ലംഘനങ്ങളും കാരണം കടലിടുക്ക് വീണ്ടും തുറക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം US സേനയ്ക്കാണെന്ന് ട്രംപ് വ്യാഴാഴ്ച ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അതേസമയം ഇറാനികൾ തങ്ങളുടെ നേതാവ് ആരാണെന്ന് കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടുന്നു എന്നും ട്രംപ് പരിഹസിച്ചു. കഴിഞ്ഞ ദിവസം ഇറാൻ സേനയുടെ 3 കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ് നടന്നതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലെ 2 ചരക്ക് കപ്പലുകൾ പിടിച്ചെടുത്ത് രാജ്യത്തിന്റെ തീരത്തേക്ക് കൊണ്ടുപോയതായി ഇറാൻ നാവികസേന അറിയിച്ചു. വെടിനിർത്തൽ കാറ്റിൽ പറത്തി മേഖലയിൽ സംഘർഷം തുടരുന്നുണ്ട്. USന്റെ ഉപരോധവും ഇറാന്റെ പ്രതിരോധവും പരിധി കടക്കുന്നു. ഇതോടെ ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് വീഴും എന്നുറപ്പാണ്.